ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ചുള്ള ഐതിഹ്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് മഹാബലി എന്നൊരു നല്ല മനസ്സുള്ള അസുര രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കള്ളം, ചതി തുടങ്ങിയ ദുഷ്കർമ്മങ്ങളൊന്നും നിലനിന്നിരുന്നില്ല. ഈ രാജാവിന്റെ കീർത്തി ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും വരെ അറിയപ്പെട്ടിരുന്നു. ഇതിൽ ദേഷ്യവും അസൂയയും വന്ന ഇന്ദ്രദേവൻ മഹാബലിയുടെ ഈ പ്രയാണത്തിൽ ഒരു അവസാനം വരുത്താൻ തീരുമാനിച്ചു. അപ്പോഴാണ് മഹാബലി വിശ്വജിത്ത് എന്ന യാഗം നടത്താൻ തീരുമാനിച്ചതായി ദേവന്മാർ അറിയുന്നത്. ഈ യാഗം നടന്നാൽ മഹാബലി സ്വർഗരാജ്യവും കീഴടക്കുമെന്ന് ദേവന്മാർ ഭയന്നു. ഈ യാഗം നടക്കാതിരിക്കാൻ വേണ്ടി സാക്ഷാൽ വിഷ്ണു ഭഗവാനെ അവർ സന്ദർശിക്കുകയും ഇതിനൊരു പോംവഴി കണ്ടെത്തി തരാമെന്ന് ഭഗവാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇതിനായി വിഷ്ണു ഭഗവാൻ തന്റെ 5ാമത്തെ അവതാരമായ വാമനന്റെ വേഷത്തിൽ ഭൂമിയിൽ വന്ന് മഹാബലിയെ സന്ദർശിച്ചു. തനിക്ക് ധ്യാനം ചെയ്യാൻ 3 അടി മണ്ണ് വേണമെന്നും അത് തന്റെ സ്വന്തം കാലുകൊണ്ട് തന്നെ അളന്നെടുക്കാമെന്നും വാമനൻ പറഞ്ഞപ്പോൾ മഹാബലി സമ്മതിച്ചു. അപ്പോൾ വാമനൻ വളർന്നു വലിയൊരു രൂപമായി മാറി. എന്നിട്ട് 1ാമത്തെ കാലടി ആകാശവും 2ാമത്തെ കാലടി ഭൂമിയും അളന്നെടുത്തു. 3ാമത്തെ കാലടി എവിടെ വയ്ക്കുമെന്ന് വാമനൻ ചോദിച്ചപ്പോൾ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ മഹാബലി 3ാമത്തെ കാലടി തന്റെ ശിരസിൽ വെച്ചുകൊള്ളാൻ പറഞ്ഞു. തന്റെ പ്രജകളെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കാണാനുള്ള അവസരം തരണമെന്ന് മഹാബലി വാമനനോട് അപേക്ഷിച്ചു. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഭൂമിയിൽ വന്ന് പ്രജകളെ കണ്ടുകൊള്ളാൻ അനുവാദം നൽകിക്കൊണ്ട് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അന്നു മുതൽ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നമ്മൾ ഓണം ആഘോഷിച്ചു വരുന്നു.